പാലക്കാട് അഗളിയിൽ കോൺഗ്രസ് സംഘത്തിന്റെ കൂറുമാറ്റത്തിന് പിന്നാലെ പ്രവർത്തകരുടെ ഭീഷണി മുദ്രാവാക്യം. പഞ്ചായത്ത് ഓഫീസിന് മുന്നിലാണ് മുദ്രാവാക്യം വിളിച്ചത്. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അംഗമായ മഞ്ജു LDFന് വോട്ട് ചെയ്താണ് പ്രസിഡന്റായത്. ആയിഷത്തുൽ ഷംനയുണ്ട് പാലക്കാട് നിന്ന്. ഷംന, വിവരങ്ങൾ എന്തൊക്കെയാണ്? ആകെ 18 വാർഡുള്ള 21 സീറ്റുകളുള്ള അട്ടപ്പാടി അഗളയിലാണ് UDFന് വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷെ അവിടെയാണ് അവസാന നിമിഷം UDFന്റെ സ്ഥാനാർത്ഥിയായി 20-ാം വാർഡിൽ നിന്നും വിജയിച്ചു വന്ന മഞ്ജു കൂറുമാറിയത്. ഇതോടുകൂടി ഈ തെരഞ്ഞെടുപ്പിൽ ആദ്യത്തെ കക്ഷിനില എന്ന് പറയുന്നത് UDFന് 10ഉം LDFന് 9ഉം ഒക്കെ ആയിരുന്നു. പിന്നെ BJPക്ക് 2 സീറ്റുകൾ അങ്ങനെയായിരുന്നു. പക്ഷെ പിന്നീട് ഈ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മഞ്ജു കൂറുമാറിയതോടുകൂടി LDFന് 10 എന്ന കക്ഷിനിലയിലേക്ക് എത്തി. ഒപ്പം തന്നെ LDF ഭരണം തുടരുന്ന സാഹചര്യം. നേരത്തെയും LDF തന്നെയായിരുന്നു അധികാരത്തിലുണ്ടായിരുന്നത്. LDFന് ഭരണം തുടർച്ച എന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങി. ഇതോടുകൂടിയാണ് UDF പ്രവർത്തകർക്ക് അല്ലെങ്കിൽ കോൺഗ്രസ് പ്രവർത്തകർ ഇതിൽ പ്രകോപിതരാകുന്നതും ഒപ്പം തന്നെ വലിയ ചതിയാണ് നടന്നത് എന്ന ഒരു ആരോപണം വരുന്നതും. കാരണം അവസാന നിമിഷം വരെ ഈ കോൺഗ്രസ് പ്രവർത്തകയായി നിന്ന് കോൺഗ്രസിന്റെ പാർട്ടി ചിഹ്നത്തിൽ വിജയിച്ച ഒരു സ്ഥാനാർത്ഥി അവസാന നിമിഷം കൂറുമാറി ഇടതുപക്ഷത്തിനൊപ്പം പോകുന്നു. നിലവിൽ മഞ്ജുവിന് ഇനി അയോഗ്യത ഉണ്ടാകും. ഒപ്പം തന്നെ ഈ പ്രസിഡന്റ് സ്ഥാനമൊക്കെ നഷ്ടമാകും. പക്ഷെ പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു നീക്കം ഉണ്ടായത് എന്നാണ് ഇപ്പോൾ ഈ കോൺഗ്രസ് പ്രവർത്തകരടക്കം ചോദിക്കുന്നത്. ഇതോടുകൂടിയാണ് പ്രകോപിതരായ പ്രവർത്തകർ മുദ്രാവാക്യം വിളികളുമായി ഭീഷണി മുദ്രാവാക്യം വിളികളുമായി രംഗത്തെത്തിയത്. ഉന്മേഷ്. ശരി, ഐഷത്തുൽ ഷംന വിവരങ്ങൾ നൽകുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.